ഓസ്കറിൽ മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു അവാർഡ് നിശയിലെ ആദ്യ പ്രഖ്യാപനം. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീറൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള ഓസ്കർ ലഭിച്ചിരിക്കുന്നത്. ഫ്ലോ ആണ് മികച്ച അനിമേറ്റഡ് ചിത്രം. മികച്ച യഥാർത്ഥ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ഷോൺ ബെക്കറിന് ലഭിച്ചിരിക്കുകയാണ്. ശ്രീജേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഓസ്കർ അവാർഡിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ശ്രീജേഷ്, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെ പുരസ്കാരങ്ങളാണ്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മികച്ച നടൻ, നടി, മികച്ച സിനിമ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നവർ ആരൊക്കെയാണ്? മനു, ഇപ്പോൾ മികച്ച നടൻ, മികച്ച നടി എന്നിവർക്കുള്ള അവാർഡ് അല്പം സമയത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും നിർണായകമായ അവാർഡുകൾ എന്ന് പറയുന്നത് മികച്ച സഹനടൻ, സഹനടി എന്നീ അവാർഡുകളാണ്. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അസാമാന്യ പ്രകടനത്തിന് കീറൻ കൾക്കിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സോയി സാൾഡനയ്ക്ക് എമിലിയ പെരസിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനോറ ഇതുവരെ 3 പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മികച്ച എഡിറ്റിംഗ്, അതുപോലെ തന്നെ മികച്ച റൊമാൻറ്റിക് കോമഡി ചിത്രം, അതുപോലെ തന്നെ തിരക്കഥ എന്നീ 3 വിഭാഗത്തിൽ അനോറ, ഷോൺ ബക്കർ സംവിധാനം ചെയ്ത അനോറ 3 പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം വിക്കഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ എന്ന ഒരു റെക്കോർഡ് കൂടി ഈ പുരസ്കാര നേട്ടത്തിലൂടെ വിക്കഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഫ്ലോ ആണ് മികച്ച അനിമേഷൻ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ലാത്വയിൽ നിന്നും ഓസ്കാർ നേടുന്ന ആദ്യ ഒരു ചിത്രമാണ് ഫ്ലോ. അതുപോലെ തന്നെ ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് ആണ് അനിമേറ്റഡ് ഷോർട്ട് ഫിലിം അവാർഡ് നേടിയിരിക്കുന്നത്. ഇനിയും കോൺക്ലേവ് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അനുജ, ഇന്ത്യൻ US ചിത്രമായ അനുജ ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിലെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ അവാർഡ് ഇന്ത്യൻ US ചിത്രമായ അനുജ നേടുമോ എന്നുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ട്. നമുക്കറിയാം, ആടുജീവിതം അടക്കമുള്ള ചിത്രങ്ങൾ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതം അടക്കമുള്ള ചിത്രങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അതൊക്കെ തള്ളിപ്പോയിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഹിന്ദി ചിത്രമായ അനുജയാണ്. പൂർണ്ണമായും ഇതൊരു ഇന്ത്യൻ സിനിമയെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ അവാർഡ് നേടുകയാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നോമിനേഷനുകളിലേക്ക് വരികയാണെങ്കിൽ 13 നോമിനേഷനുകൾ നേടിക്കൊണ്ട് എമിലിയ പെരസ് ആണ് പല വിഭാഗങ്ങളിലും കടുത്ത മത്സരം നൽകിക്കൊണ്ടിരിക്കുന്നത്. മനു, എമിലിയ പെരസിന് 13 നോമിനേഷനുകൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, 13 പുരസ്കാര വിഭാഗങ്ങളിലാണ് നോമിനേഷനുകൾ എമിലിയ പെരസ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 10 നോമിനേഷൻ നേടിയത് ബ്രൂട്ട് ലിസ്റ്റും തൊട്ടു പിന്നിലുണ്ട്. ഇത്തവണത്തെ നടനുള്ള പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഒപ്പം തന്നെ നടിക്കുള്ള പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഇതൊക്കെ അറിയാൻ ആളുകൾക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടാകും. ശ്രീജേഷ്, അതെ, നടനും നടി ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. എഡ്രിയൻ ബ്രോഡി, അതുപോലെ തിമോത്തി ഷലമെ, കോൾമൺ ഡൊമിംഗോ അടക്കം 5 പേരാണ് മികച്ച നടനുള്ള മത്സരത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാർലോ സോഫിയ മികച്ച നടിക്കുള്ള അവാർഡ് നേടുമോ എന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. എമിലിയ പെരസ് അത്ര അസാമാന്യമായ, അതെ 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 അവരൊരു ട്രാൻസ്ജെൻഡർ ആണ്, അതുകൊണ്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, മാത്രമല്ല ട്രാൻസ്ജെൻഡർ അധോലോക നേതാവിൻ്റെ ഒരു കഥ പറയുന്ന ചിത്രമാണ് എമിലിയ പെരസ്. അതിലെ പ്രധാന കഥാപാത്രം കൂടിയാണ് കാർലോ സോഫി. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം കാർലോ നേടുമോ എന്നൊരു ആകാംക്ഷ കൂടി ഏവർക്കും ഉണ്ട്. കാർലോ അത് നേടിക്കഴിഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെ അതെ അവിടെ ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടൊക്കെ നമുക്ക് ആ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. അതെ അതെ. മറ്റൊന്ന്, ഈ നടന്മാരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ, ആളുകൾക്ക് സ്നേഹമുള്ള ഒരാളെന്ന് പറയുന്നത് തിമോത്തി ആയിരിക്കും. തിമോത്തി ഷാംലെറ്റ് ഇങ്ങനെ എന്താ പറയുക, ആളുകളുടെ ഇടയിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു താരം കൂടിയാണ് ഹോളിവുഡിൽ നിന്നുള്ള. അതെ, 5 പേരാണ് മികച്ച നടനുള്ള, തിമോത്തി അടക്കം 5 പേരാണ് നടനുള്ള പുരസ്കാരം നേടുമോ എന്നറിയാൻ ഇനി കുറച്ചു നേരം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. അതെ, എഡ്രിയാൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന പടം, തിമോത്തി നിൽക്കുന്നത് എ കംപ്ലീറ്റ് അൺനോൺ എന്ന് പറയുന്ന സിനിമയാണ്. ഒപ്പം തന്നെ കോൾമാൻ ഡൊമിംഗോ സിംഗ് എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവാർഡിൽ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ശ്രീജേഷ്, അല്പസമയത്തിനകം തന്നെ ആർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം, മികച്ച നടിക്കുള്ള പുരസ്കാരം, ഒപ്പം തന്നെ മികച്ച സിനിമ, മികച്ച സ്പെഷ്യൽ എഫക്ട്സ്, അങ്ങനെ ഒരുപാട് ഗ്ലാമർ പുരസ്കാരങ്ങൾ വരാൻ വേണ്ടി ബാക്കി നിൽക്കുകയാണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കാണാം ശ്രീജേഷ്. താങ്ക് യു രാവിലെ ഈ ഓസ്കാർ വിശേഷങ്ങൾ പങ്കുവച്ചതിന്.